ഈ സദസ്സിനെ അലങ്കരിക്കുന്ന ഏവരുമേ, കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ച വലിയ വിജയത്തിന്റെ വാർഷികം ഈ രീതിയിൽ ആഘോഷിക്കുന്നത് വളരെ ഉചിതമായ ഒരു സംഭവമാണ്. എല്ലാ രാഷ്ട്രത്തിനും അതിന്റെ സംസ്കാരത്തിനും അതിൻ്റെതായ അതിർവരമ്പുകൾ ഫിക്സ് ചെയ്ത് അവിടെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം 2-3 ഭൂഖണ്ഡങ്ങൾ പരന്നു കിടന്ന വളരെ വിശാലമായ ഒരു സംസ്കാരമാണ്. കാസ്പിയൻ കടലിന്റെ തീരത്ത് ഒരു 12 വർഷത്തിന് മുമ്പ് റഷ്യൻ ആർക്കിയോളജിസ്റ്റുകൾ ഗവേഷണം നടത്തി ചെന്നപ്പോൾ അവിടെ കണ്ടെത്തിയത് ഒരു ശിവക്ഷേത്രമായിരുന്നു. റഷ്യയുടെയും തെക്കുള്ള ഉസ്ബെക്കിസ്ഥാൻ തൊട്ട് താജിക്കിസ്ഥാൻ തൊട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് 100-ലേറെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരുന്നു. പിക്കിങ്ങിന് 100 കിലോമീറ്റർ തെക്ക് മുതൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ചൈനയുടെ ഒഫീഷ്യൽ ഹിസ്റ്ററി പ്രകാരം തന്നെ 1000-ഓളം ക്ഷേത്രങ്ങൾ തെക്കൻ ചൈന പ്രദേശത്ത് ഉണ്ടായിരുന്നു. ടിബറ്റും അതിന്റെ ഭൂപ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നൂറ്റാണ്ടുകളോളം സംഭവിച്ച ഒരു കാര്യമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ടിബറ്റ് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. പേർഷ്യ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി, സപ്തസൈന്ധവത്തിന്റെ ഭാഗമായി അതിന്റെ മേജർ പാർട്ട് ഉണ്ടായിരുന്നു. സ്വരാഷ്ട്രീയത്തിന്റെ വിശ്വാസം വരുന്ന സമയത്താണ് പേർഷ്യ കട്ടോപ്പായി പോകുന്നത്. ഈജിപ്തിൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ വലിയ സ്വാധീനത്തെ പറ്റി ചരിത്രം വളരെ ഭംഗിയായി വിശദീകരിക്കുകയാണ്. BC 1250 അടുത്ത് ഭരിച്ചിരുന്ന രാമസിസ് രണ്ടാമന്റെ പിരമിഡ് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഭിത്തിയിലെ ഒരു ഭിത്തിയിലെ ശ്ലോകം ആർക്കും വായിക്കാൻ കഴിയുന്നില്ല. 2004 അടുപ്പിച്ചാണ് ആ ഭാഗം വായിച്ചത്. അത് ഇന്ത്യയുടെ ഒരു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത്. രാമസിസ് രണ്ടാമൻ വച്ച അദ്ദേഹത്തിന്റെ മമ്മി 1988 കിട്ടി. ആ മമ്മി പരിശോധിക്കുമ്പോൾ അതിന്റെ മുമ്പിലും വായിലും ചെവിയിലും ഒക്കെ കുരുമുളക് അടിച്ച് നിറച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. കുരുമുളക് ഒരു പ്രിസർവേറ്റീവ് ആണ്, അതുകൊണ്ടായിരിക്കാം കയറ്റി വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരുന്നാലും ഉപദ്രവിച്ചെന്ന് വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചത്തപ്പം ജനന്മാരെല്ലാം അടിച്ച് കയറ്റാണെന്നും കാണുന്നതാണ്. എന്നാലും ജപ്പൻകാരൻ ആ കുരുമുളക് എടുത്ത് DNA ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് കേരളത്തിന്റെ മലബാർ തീരത്തുണ്ടാകുന്ന ടിപ്പർ നിഗ്രത്തിന്റെ ഒരു വെറൈറ്റിയാണ് രാമസിസ് രണ്ടാമന്റെ മൂക്കിനകത്തിരിക്കുന്ന കുരുമുളക് എന്നാണ്. ഈജിപ്തിൽ ഹൈന്ദവ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സലോമോൻ ദേവാലയം പണിയുമ്പോൾ അതിലുപയോഗിച്ച പല സാധനങ്ങളും ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും കൊണ്ടുപോയിട്ടുള്ളതാണ്. സലോമോൻ ദേവാലയത്തിൽ മസ്ബഹ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയ മയിൽപ്പീലി സുറിയാനി വേദപുസ്തകത്തിലായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൂക്കി എന്ന. പൂജാദേവങ്ങൾ വെക്കുന്ന മേശ 4 വശത്തും അലങ്കരിച്ചിരുന്ന ആനക്കൊമ്പുണ്ട്. ആനക്കൊമ്പനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേര് കാളം എന്നാണ്. ഇത് സംസ്കൃതത്തിൽ നമ്മൾ ആനയെ വിളിക്കുന്ന പേരാണ് കളപ്പം, അതാണ് കാളപ്പായ. സുറാനിയിൽ നിന്ന് കാളപ്പ ഗ്രീസിൽ ചെന്ന വയാളപ്പായി, അത് അവിടെ ഇംഗ്ലീഷ് വന്നപ്പോൾ ഏലപ്പാനം വലിയ ഏലപ്പ്, അതാണ് എലിഫന്റ് ആയിട്ട് വന്നത്. സലോമോൻ ദേവാലയത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു മൃഗത്തെ കൊണ്ടുവരണമെന്ന് സലോമോൻ ആവശ്യപ്പെട്ടു. അതൊരു കുരങ്ങനായിരുന്നു, ഒരു മങ്കി. ആ കുരങ്ങനെ സുറിയാനിയിൽ വിളിക്കുന്ന പേര് കപ്പി എന്നാണ്. അത് സംസ്കൃതത്തിൽ കുരങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പി. അതാണ് ഹനുമാനെ കബീന്ദ്രൻ എന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ കുരങ്ങൻ ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. സലോമോന്റെ ദേവാലയത്തിന്റെ മസ്ബഹായിൽ സുഗന്ധം ഉണ്ടാക്കുന്ന മരങ്ങൾ ഒരു തടി കൊണ്ട് അലങ്കരിക്കണമെന്ന് സലോമോൻ പറഞ്ഞു. തഫ്സീസ് കപ്പലുകൾ സുഗന്ധം ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട്, അതിനെ ചാന്തൻ എന്ന് വിളിച്ചു സുറിയാനിൽ. അത് ഗ്രീസിൽ എത്തിയപ്പോൾ ചാന്തലായി, ഇംഗ്ലീഷിൽ എത്തിയപ്പോൾ സാന്തലായി. നമ്മുടെ മറയോർമ്മ ചന്ദനമാണ് സലോമോന്റെ ദേവാലയത്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചത്. ഇന്ത്യൻ ഭൂഖണ്ഡം കൂടാതെ തെക്കിഴക്കൻ ഏഷ്യയിൽ മലേഷ്യ ഹൈന്ദവ രാഷ്ട്രമാണ്. തായ്ലൻഡ് ഇപ്പോഴും ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, സയാം എന്ന് വിളിക്കുന്നു. ശ്യാമദേശവും സംസ്കൃതത്തിൽ വിളിച്ചാണ് സയാമായത്. വിയറ്റ്നാമിൽ 2000-ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം ഇന്ത്യയിലല്ല, അത് കംബോഡിയയിലാണ്. കംബോഡിയയിലെ അങ്കോർ വാട്ട് 10 ചതുരശ്ര കിലോമീറ്ററാണ് ആ ക്ഷേത്രത്തിന്റെ വിസ്തീർണം.
ആ വലിയ ക്ഷേത്രം ഉണ്ടാക്കിയ ജയവർമ്മൻ 2 തൊട്ട് ജയവർമ്മൻ 7 വരെയുള്ള രാജാക്കന്മാർ അവരെല്ലാം ഹൈന്ദവരായിരുന്നു. ഇന്തോനേഷ്യയിലെ ബാലിൻ ദ്വീപ് മുഴുവൻ ഇപ്പോഴും 97% ഹൈന്ദവരാണ്. ഇന്തോനേഷ്യ മുഴുവൻ ഹൈന്ദവ രാജ്യമാണ്. ഞാൻ ഗവർണർ എഡീസ് ആയിരുന്നു തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ വരുന്നു എന്ന് റിസീവ് ചെയ്യണമെന്ന് എന്നെ ഒരു ബൊക്കെ കൊടുത്ത് ഗവർണർ വിട്ടു. ഞാൻ പോയി ഒരു മുസ്ലിം സ്ത്രീ തട്ടോട്ട് പോയി വന്നിരിക്കുമ്പോൾ പ്ലെയിനകത്ത് ഇറങ്ങി വരുന്നു ഒരു സാരി കൊടുത്തൊരു സ്ത്രീ. ഞാൻ പോലീസിനോട് ചോദിച്ചിട്ടെങ്ങനെ പറ്റി. അപ്പൊ ആ സ്ത്രീ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ബൊക്കെ കൊടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് ആ ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററുടെ പേര് സരസ്വതി എന്നാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ നിന്ന് ബാലിയിലോട്ട് കുടിയേറി പാർത്ത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ സരസ്വതി. എന്തിനു പറയുന്നു, ഓസ്ട്രേലിയയിലെ മൗറികളുടെ കയ്യിലുള്ള സീക്രട്ട് വെപ്പൺ എന്ന് പറയുന്ന മണി അതിന്റെ മുകളിൽ ഇന്ത്യൻ ഭാഷയിലാണ് കൊത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഓസ്ട്രേലിയയിലെ ആദിവാസികൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയതാണ്. നമ്മളിവിടുത്തെ ചില ജനവിഭാഗങ്ങളെ പ്രോട്ടോ അസ്ട്രലോയിഡ് എന്ന് വിളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ജനവിഭാഗത്തിന് മുന്നോടികൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സനാതന സംസ്കാരം അങ്ങ് ഈജിപ്ത് തൊട്ട് ഇറാൻ തൊട്ട് കാസ്പിയൻ കടൽ തൊട്ട് പിക്കിങ്ങിനെ തൊട്ട് താഴെ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യ മുഴുവൻ ഇന്തോനേഷ്യ വഴിയാണ് ഓസ്ട്രേലിയ വരെ പരന്നു കിടന്ന സംസ്കാരമാണ്. കാലഘട്ടത്തിന്റെ ഒഴുക്കിൽ ഒരു 5000 കൊല്ലത്തിലും നമ്മൾ കട്ട് ഓഫായി. മറ്റു ഭാഗങ്ങളെല്ലാം പോയി. അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും മാത്രം നമ്മുടെ കയ്യിലായി. 17-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ദുറാനി രാജവംശം എന്നവരുടെ അഫ്ഗാനിസ്ഥാൻ കട്ട് ഓഫ്. ഇറാനും അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമൈസ് ചെയ്തതോടുകൂടി അത് നമ്മുടെ ഓർബിറ്റിൽ നിന്ന് പോയി. മലേഷ്യ ഇന്തോനേഷ്യ ഇസ്ലാമിൽ പോയപ്പോഴത്തേന് അത് നമ്മുടെ ഓർബിറ്റിൽ നിന്ന് പോയി. മാലദ്വീപ് മാത്രമേ മാറ്റമുള്ളൂ. തായ്ലൻഡ് നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഈ വലിയ ഭൂഭാഗത്തെ ഇന്ത്യയിലെ ഹൈന്ദവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യം അവന്മാർ ചെയ്ത പണി ബർമയെ സെപ്പറേറ്റ് ചെയ്തു. ബർമയെ സെപ്പറേറ്റ് പ്രൊട്ടക്ടറേറ്റ് ആക്കി. 1936 പ്രൊട്ടക്ടറേറ്റ് ആക്കിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ബർമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. 1948 അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ബർമ നമ്മുടെ ഓർബിറ്റിൽ നിന്ന് പോയി. സിലോണിനെ 1938 കട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സിലോൺ സ്വാതന്ത്ര്യം കൊടുത്തില്ല. എന്നിട്ട് 1948 സിലോണിന് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ സിലോൺ നമ്മുടെ ഓർബിറ്റിൽ നിന്ന്. മാൽദീവ്സ് എന്ന് പറയുന്നത് അറക്കൽ ബീവിയുടെ മോളെ ടിപ്പു സുൽത്താന്റെ മോൻ ഫറൂഖ് കല്യാണം കഴിച്ച ശ്രീധരൻ കൊടുത്ത സ്ഥലമാണ് മാലദ്വീപ്. മാലദ്വീപ് ലക്ഷദ്വീപ് ബ്രിട്ടീഷുകാരെ കൈവച്ച ശേഷം മാലദ്വീപ് ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു 1938. അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത 1963. അപ്പൊ മാൽദീവ്സ് ഇന്ത്യയുടെ ഓർബിറ്റിൽ നിന്ന് പോയി. ബ്രിട്ടീഷുകാരെ കമ്മ്യൂണൽ ഗവൺമെന്റ് ഇറക്കി. M5 എന്ന് പറയുന്ന ബ്രിട്ടീഷ് രഹസ്യ പോലീസാണ് ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായി സെപ്പറേറ്റ് ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനുമായി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല ഇതിന്റെ ഭാഗമായിരുന്നു. ഹൈദരാബാദിലെ നൈസാം പാകിസ്ഥാൻ എക്സൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. പട്ടേല് സൈന്യത്തെ അയച്ച് പോലീസ് ആക്ഷൻ നടത്തി റസാക്കാരന്മാരെ ഓടിച്ച് നൈസാമിനെ രാജ്യം പിടിച്ചെടുത്തു. അതുകൊണ്ട് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഭാഗം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് പാകിസ്ഥാനോടെ പോയത്. കത്തിയാവാറിലെ രാജാവ് ജനങ്ങൾ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ, രാജാവ് മുസ്ലിം. കത്തിയാവാറിലെ രാജാവ് നേരെ പാകിസ്ഥാനോട് ചേരാൻ വേണ്ടി എഴുതി കൊടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പാകിസ്ഥാൻ കൊടുക്കാൻ പറ്റില്ല. സൈന്യത്തെ അയച്ച് ബലമായിട്ട് പിടിച്ചു. അങ്ങനെ കത്തിയാവാറിഞ്ഞ് പോകുന്നു. പക്ഷെ ഇന്ത്യയും പാകിസ്ഥാൻ ബംഗ്ലാദേശ് സെപ്പറേറ്റ് ചെയ്തു. ബാക്കി ഇന്ത്യ മാത്രമേ ഇന്ത്യയിൽ ഇരിക്കുള്ളൂ. 1945 ചർച്ചിൽ പറഞ്ഞു 521 നാട്ടുരാജ്യങ്ങൾക്ക് ഞാൻ പ്രത്യേക സ്വാതന്ത്ര്യം, 3 പ്രസിഡൻസിക്കും സെപ്പറേറ്റ് സ്വാതന്ത്ര്യം. അപ്പൊ ഇന്ത്യ എന്ന രാജ്യം 524 രാഷ്ട്രങ്ങളായത് തന്നെയായിരുന്നു. ഈ ചർച്ചിൽ 1945 ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചർച്ചിൽ ഇലക്ഷൻ തോന്നി. ക്ലെമന്റ് അറ്റ്ലി വന്നതിനോ അയാൾ പറഞ്ഞു ഇന്ത്യ പണിയൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പാകിസ്ഥാനെ ഇന്ത്യയിൽ മാത്രമേ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ സെപ്പറേറ്റ് ചെയ്ത ശേഷം സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സൈന്യം കാശ്മീരിലേക്ക് കയറി.
അന്നത്തെ രാജാവ് ഹരിസിംഗ് നെഹ്റുവിൻ്റെ അടുത്ത് വന്നു. നെഹ്റു ഇന്ത്യൻ സൈന്യത്തെ അയച്ചു. 3-2 കാശ്മീർ ഇന്ത്യ പിടിച്ചെടുത്തു. അപ്പോൾ UNO ഇടപെട്ടിക്കാൻ നെഹ്റു തീരുമാനിക്കുകയും തത്ഫലമായി ഭാരത് പ്രഖ്യാപിച്ചു. കാശ്മീരിന്റെ 1/3 പാകിസ്ഥാൻ കസ്റ്റഡിയിലാണ്, 1/2 നമ്മുടെ കസ്റ്റഡിയിൽ. അത് കഴിഞ്ഞുള്ള സന്ധി സംഭാഷണങ്ങളിൽ നമ്മൾ 1 by 1 സീഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഒന്ന് കച്ചദ്വീപാണ്. കച്ചദ്വീപ് 1970 എഗ്രിമെന്റ് അനുസരിച്ച് സിനിമ ഭണ്ഡാരനായിട്ട് എഗ്രിമെന്റിൽ ഇന്ത്യ കച്ചദ്വീപ് സിലോണും കൊടുക്കും. അതൊക്കെ പോയി. ബംഗ്ലാദേശ് എഗ്രിമെന്റിലെ 2 സ്ഥലങ്ങളിൽ പോയി. തീൻ വികാസും പോയി. അതിനുശേഷമുള്ള മറ്റേ 2 ബംഗ്ലാദേശിൽ പോയി. പക്ഷേ 75 ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിന് ജോങ്യാലിനെ വിളിച്ചു വരുത്തി എഗ്രിമെന്റ് ഉണ്ടാക്കി സിക്കിമിനെ ഇന്ത്യയിലല്ല ലയിപ്പിച്ചു. അങ്ങനെ അത് ഇന്ത്യയുടെ ഭാഗമായി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ അരുണാചൽ പ്രദേശിന്റെ ഏതാണ്ട് പകുതി ഭാഗം തിരുവിതാംകൂറിന്റെ അത്രയും വരുന്ന ഒരു ഏരിയ, ഓൾമോസ്റ്റ് 18,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ചൈന കൈയടക്കി കൈവച്ചു. ഇപ്പോഴും തിരിച്ചിട്ടില്ല. ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചു കഴിഞ്ഞിട്ടാണ് ആർമിസ്റ്റിസ് ഡിക്ലർ ചെയ്തത്. ആ സ്ഥലം ഇപ്പോഴും ചൈനയുടെ കസ്റ്റഡിയിലാണ്. ഇന്ത്യക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ ഓക്കുപ്പൈ ചെയ്ത കാശ്മീരിന്റെ 2 ജില്ലകൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഇപ്പോൾ അത് ചൈനീസ് ടെറിട്ടറിയാണ്, പാകിസ്ഥാൻ ടെറിട്ടറി അല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിന്റെയും ഇന്ത്യൻ ഓക്കുപ്പൈഡ് കാശ്മീരിന്റെയും ബൗണ്ടറിയിൽ നിന്ന് 42 കിലോമീറ്റർ ഇപ്പുറത്താണ് കാർഗിൽ എന്ന് പറയുന്ന മലനിര. ഡ്രാസ് എന്നാണ് ജില്ലയുടെ പേര്. ഈ കാർഗിൽ എന്ന് പറയുന്ന ഗിരിക്ക് 20,000 അടി പൊക്കമാണ്. ആ കാർഗിലിന്റെ മുകൾ വശത്ത് -46 ഡിഗ്രിയാണ് വിന്ററിന്റെ ക്ലൈമറ്റ്. എന്റെ ബ്രദറിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ PhD കാർഗിലിൽ പോയിട്ടുണ്ട്. എന്റെ ഫാദറിന്റെ അനിയൻ ഈ ലഡാക്കിലായിരുന്നു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തത്. ആ ലഡാക്കിൽ ജോലി 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു എന്ന് പറഞ്ഞു എന്റെ ജീവിതത്തിന്റെ 3-1 പോയില്ല. ആ മനുഷ്യൻ 41-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ ലഡാക്കിൽ പോയി ജോലി ചെയ്തതിന്റെ കാലാവസ്ഥയുടെ ഭീകരത കാരണം എന്റെ ഫാദറിന്റെ ബ്രദർ 41-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പൊ അങ്ങനെ ഈ കാർഗിൽ ലഡാക്ക് മേഖലയിൽ ഒരു രക്തസാക്ഷി അവിടെ ജോലി ചെയ്ത ഒരാൾ എന്റെ ക്ലോസ് റിലേറ്റീവ്സ് ആണ്. ഈ കാർഗിലിന്റെ 20,000 അടി മുകൾ വശം കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് വിന്റർ ആവുമ്പോൾ ആ മലമുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം ഇറങ്ങിയും പോകും, ഇന്ത്യൻ സൈന്യം ഇറങ്ങിയും പോകും. സമ്മർ വരുമ്പോൾ മാത്രമേ ഇതിന്റെ മുകളിലോട്ട് കയറാറുണ്ടായി. അപ്പൊ ഈ കാർഗിലിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ നാഷണൽ ഹൈവേസ് മുഴുവൻ നമ്പർ ഇട്ടപ്പോൾ കാശ്മീരിൽ നിന്നാണ് നമ്പർ ഇട്ട് തുടങ്ങിയത്. നമുക്ക് NH-47 കിട്ടിയതുപോലെ NH-1 നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് കാർഗിലിന്റെ തൊട്ട് താഴെ കൂടെ പോകുന്നതാണ്. ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലോട്ട് പോകുന്ന ഹൈവേ ആണ് ഇന്ത്യയുടെ നമ്പർ 1 ഹൈവേ. അത് കഴിഞ്ഞാൽ താക്കോട്ടാണ് ഹൈവേ നമ്പർ ഇട്ട് പോയത്. അങ്ങനെ തെക്കോട്ട് പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ആസാമിലോട്ടാണ് ബാക്കി ഇട്ടുപോയത്. അവിടെയാണ് കൽക്കട്ടയ്ക്ക് ചെല്ലുമ്പോൾ നാഷണൽ ഹൈവേ 78, 92 എന്നൊക്കെ നമ്പറാണ്. അപ്പൊ നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാർഗിലിന്റെ മുകളിൽ വെച്ച് ആ കയ്യിലാണ്. അപ്പോൾ കാർഗിൽ പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യക്ക് കാശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലോട്ടുള്ള കംപ്ലീറ്റ് സൈന്യ വ്യൂഹങ്ങളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ തടയപ്പെടും. അങ്ങനെ ഒരു തടയപ്പെടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ലഡാക്ക് ഈസ് ഓൾറെഡി പ്രിക്കേറിയസ്. നേരത്തെ പറഞ്ഞ 16,000 സ്ക്വയർ കിലോമീറ്റർ ഓൾറെഡി ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ ഹൈവേ കട്ട് ചെയ്ത ശേഷം ഒരു ചൈനീസ് ഇൻകർഷൻ ഉണ്ടായാൽ ഇന്ത്യ ഹെൽപ്ലെസ് ആണ്. കാശ്മീരിന്റെ 19,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈനയിൽ പിടിച്ചോണ്ട് പോകും. അതാണ് അതിന്റെ അപകടം. ചില മണ്ട ശിരോമണികൾ ടെലിവിഷനിൽ നിന്ന് ചർച്ച ചെയ്ത് ഞാൻ കേട്ടു. ഈ മലയാള മണ്ടവരും മഞ്ഞ് പിടിക്കാൻ വേണ്ടി ഇന്ദ്രഡാവാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. ശുദ്ധ വിവരം കേട്ടണം, അവർ വിവരമില്ലാത്തതുകൊണ്ട് സംസാരിക്കാം. ഈ നമ്പർ 1 ഹൈവേ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലഡാക്ക് എന്നും നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് പോകും. ഇതാണ് അതിന്റെ അവസ്ഥ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാജ്പേയി 1998 2ാമത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചത്. 1975 ഇന്ദിരാഗാന്ധി ആദ്യത്തെ പൊക്കാറൻ ബ്ലാസ്റ്റ് നമ്പർ 1. അത് കഴിഞ്ഞ് വാജ്പേയി 2ാമത്തെ പൊക്കാറൻ പൊട്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആറ്റം ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പരിപാടിയൊക്കെ ഇട്ട് വന്നപ്പോൾ അമേരിക്കൻ സാറ്റലൈറ്റ്സ് ഇങ്ങനെ ഇന്ത്യയുടെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവർ കണ്ടു ഈ പൊക്കാറിൽ എന്തോ മൂവ്മെന്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി വിളിച്ചു, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, പണ്ട് പൊക്കാറിൽ ബോംബ് പൊട്ടിച്ചോ അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കോ. വാജ്പേയി വിചാരിച്ചത് അമേരിക്ക എങ്ങനെ അറിഞ്ഞു. അപ്പോൾ APJ അബ്ദുൽ കലാം ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം വാജ്പേയി പറഞ്ഞു കൊടുത്തു, ഇതെന്താന്ന് വെച്ചാൽ ഈ അമേരിക്കൻ സാറ്റലൈറ്റ്സ് ആണ് ഇത് സ്പോട്ട് ചെയ്തത്. പ്രധാനമന്ത്രി ചോദിച്ചു, ഇത് അമേരിക്കൻ സാറ്റലൈറ്റ്സ് കാണാതിരിക്കാൻ എന്ത് ചെയ്യണം? APJ അബ്ദുൽ കലാമിന് ഒന്നും ചെയ്യണ്ട, ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 6 മണി വരെയാണ് അമേരിക്കൻ സാറ്റലൈറ്റ്സ് ഇന്ത്യയുടെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്നത്. ആ സമയത്ത് ഒന്നും ചെയ്യരുത്, അത് കഴിഞ്ഞ് അതിന് മുമ്പാണ് ചെയ്തോളാം. വാജ്പേയി പറഞ്ഞാൽ അത് ചെയ്തോളാം. അപ്പൊ 1:30 മണിയാകുമ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം പൊക്കാറിന്റെ അടിയുള്ള ഗുഹയ്ക്കകത്ത് കയറി അവിടെ ഇരിക്കും. 6 മണിയാകുമ്പോൾ ഈ അമേരിക്കൻ സാറ്റലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. അങ്ങനെ 6 മാസത്തെ തയ്യാറെടുപ്പിൽ അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ്സും കണ്ടുപിടിക്കാനൊക്കാതെ വാജ്പേയി ആറ്റം പൊട്ടിച്ചു. വാജ്പേയി ആറ്റം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ അവരുടെ കയ്യിലുള്ള 3 ബോംബ് സൈമിൾട്ടേനിയസ്ലി പൊട്ടിച്ചു. അപ്പോ ന്യൂക്ലിയർ വെപ്പൺ ഹോൾഡിംഗ് സ്റ്റേറ്റ്സ് 5 എണ്ണമാണ്, അത് 7 എണ്ണമായി മാറാതെ വന്നു. വേറെ ചെറിയ രാജ്യങ്ങളാണ് അമേരിക്ക സൈന്യത്തെ അയച്ച് നടന്നതിനായിരുന്നു. ഇന്ത്യയെ പോലൊരു വലിയ രാഷ്ട്രത്തോട് സൈനികപരമായി ഇടപെടാൻ ഒരു വൻ രാഷ്ട്രം തയ്യാറാകും. അതുകൊണ്ട് ഒരു 6 മാസത്തെ കാലത്തേക്ക് സ്റ്റേൽമേറ്റ് ഉണ്ടായി. എന്നിട്ട് ടാൽബോട്ട് എന്ന് പറയുന്ന അമേരിക്കയുടെ നമ്മുടെ പ്രതിരോധത്തിന്റെ ചീഫ്, അദ്ദേഹം ഡൽഹിയിൽ വിളിച്ച് വരട്ടി ഭസ്മമായി കളയുന്നു. പാകിസ്ഥാനും വിളിച്ച് വരട്ടി. അന്ന് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ നമ്മുടെ രാജസ്ഥാനിൽ നിന്നുള്ള ജസ്വന്ത് സിംഗ് അമേരിക്കയിൽ വിളിച്ചു. അങ്ങനെ ടാൽബോട്ടും ജസ്വന്ത് സിംഗും തമ്മിൽ 6 ചർച്ചകൾ നടത്തി. അതാണ് ജസ്വന്ത് സിംഗ് ടാൽബോട്ട് ഡിസ്കഷൻസ് എന്ന് പറയപ്പെടുന്നത്. 6 ചർച്ചകൾക്ക് ശേഷം ജസ്വന്ത് സിംഗും ടാൽബോട്ടും ഒരു എഗ്രിമെന്റ് എത്തി. അതുകൊണ്ട് ഫർദർ റിപ്പർക്കഷൻസ് ഉണ്ടാവുകയോ വേൾഡ് ട്രേഡ് സെന്ററിൽ നമ്മൾ പുറത്താവുകയോ ചെയ്തില്ല. 98-ൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയുമായി ഒരു സൗചർച്ച ഉണ്ട് എന്നുള്ള ധാരണയിൽ പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേറ്റ് ചെയ്ത ഓപ്പറേഷനാണ് കാർഗിലിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അവര് വിന്ററിൽ എല്ലാവരും താഴെ ഇറങ്ങിയ സമയത്ത് അവർ പാകിസ്ഥാന്റെ കുറെ സൈന്യത്തെ അതിന് മേളിൽ കയറ്റി കാർഗിലിന്റെ മുകളിൽ വെച്ച് മുഴുവൻ അങ്ങ് പിടിച്ചു. ഇന്ത്യൻ സൈന്യം അറിയുന്നില്ല, ഇന്ത്യൻ സൈന്യം താഴെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ കൂടെ പോയ നൊമാഡിക് ട്രൈബ്സ് ഇത് കണ്ടു, പാകിസ്ഥാന്റെ സൈനിക നീക്കം. അവര് ഇന്ത്യൻ താഴെ വന്ന സമുദ്രത്തിൽ വന്ന് പോലീസിന് വിവരം അറിയിച്ചു, പാകിസ്ഥാൻ അവിടെ ഇങ്ങനെ സൈനിക ഒരുക്കം നടക്കുന്നു. അപ്പൊ കാർഗിലിന്റെ മലയുടെ ഒരു ചരിവ് പാക് ഓക്കുപൈഡ് കാശ്മീരിലോട്ട് പോകുകയാണ്, മറ്റേ ടോപ്പും മറ്റേ ചരിവ് ഇന്ത്യയുടെ സൈഡിലാണ്. അപ്പൊ പാകിസ്ഥാന്റെ ആ ചരിവിൽ കൂടെ അവർ ഒരു നാരോ റോഡിൽ കൂടെ മേളിൽ വന്നാൽ മുകളിൽ വെച്ച് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് അവർ ചെയ്തത്. അപ്പോൾ ഇത് അപകടകരമായ സംഭവമാണ്. കാരണം ഈ വാജ്പേയിയും നവാസ് ഷെരീഫും കൂടി ബസ് ഡിപ്ലോമസി എന്നത് ഡിപ്ലോമസി 99 ഫെബ്രുവരിയിൽ നടന്നു. വാജ്പേയി പോയി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും എല്ലാം കൂടെ ബസ്സിൽ കയറി പാകിസ്ഥാന്റെ നേതാക്കന്മാരും വന്ന് അങ്ങനെ നവാസ് ഷെരീഫും വാജ്പേയി എല്ലാം കൂടെ ഒരേ ബസ്സിൽ യാത്ര ചെയ്ത് അവരിറങ്ങി ജയിക്കാൻ കൊടുത്ത ബസ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു പുതിയ ഡിപ്ലോമസി ഉണ്ടായി. ഈ ഡിപ്ലോമസിയിൽ ഒരു എഗ്രിമെന്റിൽ എത്താൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സമയത്താണ് ഈ ഓപ്പറേഷൻ. നവാസ് ഷെരീഫ് അറിഞ്ഞില്ല എന്ന് നവാസ് ഷെരീഫ് പറയുന്നു. അറിഞ്ഞില്ലെങ്കിൽ അയാൾ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനല്ലെന്ന് മറുവശം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പർവേസ് മുഷാറഫാണ് പരിപാടി ഓപ്പറേറ്റ് ചെയ്തത്. സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ബ്രാസ് നമ്മുടെ വാജ്പേയി പ്രധാനമന്ത്രി ഇന്ത്യയുടെ സീനിയർ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരു ചർച്ച. 2 രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, മല അടിവാരത്തിൽ കംപ്ലീറ്റ് ഇന്ത്യ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളവർക്ക് ആഹാരം കിട്ടുകയില്ല, അവർക്കവിടെ ഇരിക്കാൻ കമ്പിളിയും മറ്റു വസ്ത്രങ്ങളും കിട്ടുക. അപ്പൊ ഇവന്മാർ 3 ആഴ്ച പിടിച്ചു നിന്ന് കഴിയുമ്പോൾ കീഴടങ്ങി താഴെ. അല്ലെങ്കിൽ നമ്മൾ മല കയറി പിടിക്കണം, ഒരു വാർ നടത്തി പിടിക്കണം. വാർ നടത്തി പിടിക്കണമെങ്കിൽ 500 മുതൽ 3000 വരെ പട്ടാളക്കാര് മരിക്കും. അതിന് ഒരുപാട് കോംപ്ലിക്കേഷനാണ്. കാരണം ഏത് സമയത്ത് ഈ മലയിൽ അവലാൻഷ അല്ലെങ്കിൽ ഈ ഐസ് ഇടിഞ്ഞ് താപ്പോട്ട് വരുന്ന പരിപാടി നമ്മുടെ ഈ
നമുക്ക് കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. മഴ പെയ്ത് കഴിയുമ്പോൾ ഇടുക്കിയിൽ ഇങ്ങനെ മണ്ണെല്ലാം കുടിഞ്ഞ് താപ്പോട്ട് വരുന്ന ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്ന സാധനം. ഈ ഉരുൾപൊട്ടലിനെയാണ് അവലാൻഷ എന്ന് മഞ്ഞുള്ള സ്ഥലത്ത് വിളിക്കുന്നത്. അപ്പൊ ഇത് വേണോ അതോ യുദ്ധം വേണോ അതോ വളഞ്ഞിട്ട് ഇവന്മാരെ ആഹാരമെല്ലാം താഴെ ഇറങ്ങോ? ദിസ് വാസ് ദ ഡിസിഷൻ ടു ബി ടേക്കൺ. വാജ്പേയി എടുത്തൊരു തീരുമാനം വളരെ പ്രശംസനീയം. വാജ്പേയി പറഞ്ഞു, ഈ വളഞ്ഞിട്ട് ഇവന്മാരെ താഴെ ഇറക്കുന്നത് ഒരു സീജ് നടത്തി പണ്ടൊരു കോട്ട അടിക്കുന്നവരെ അതിനൊരു വിസിബിൾ എഫക്റ്റ് ഇല്ല. നേരെ മറിച്ച് ഒരു യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ കൺക്ലൂസീവായി തോൽപ്പിക്കുകയാണ്. 62 ചൈനീസ് യുദ്ധവും 48 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാശ്മീറാണെന്നതും 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും പിന്നെ ബംഗ്ലാദേശ് യുദ്ധമൊക്കെ കഴിഞ്ഞ ആ സീരീസിൽ ഒരു മാസീവ് ബ്ലോ കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിൽ ബി സൈലൻസ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. അതുകൊണ്ട് ശക്തമായി ഇന്ത്യ അടിക്കണമെന്ന് വാജ്പേയി തീരുമാനിച്ചു. അത് അതിശ്രേഷ്ഠമായ ഒരു തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി നമ്മൾ കാർഗിലിന്റെ മലയെ 3 സൈഡിൽ കൂടെ വളഞ്ഞ് അറ്റാക്ക് ചെയ്തപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ പിടിച്ചിട്ടേ ഇല്ല, അവിടെ ഏതോ ടെററിസ്റ്റുകൾ കയറിയിരിക്കുന്നതാണ്, ഞങ്ങളെ കുടുംബത്തിന് എന്ത് കാര്യം എന്ന് പാകിസ്ഥാൻ ഒരു വേല ഇറക്കി. അവരുടെ പട്ടാളമാണെന്ന് അവരെ സമ്മതിച്ചില്ല. 10 വർഷത്തിന് ശേഷം 2009 പാകിസ്ഥാൻ ഗവൺമെന്റ് ഓപ്പണായി അവിടെ മരിച്ച 3000 പട്ടാളക്കാർക്ക് വേണ്ടി അവർ രക്തസാക്ഷികളെ പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി ഒരു നമ്മുടെ അനുസ്മരണ സമ്മേളനം നടത്തി. 10 കൊല്ലം കഴിഞ്ഞാൽ പാകിസ്ഥാൻ സമ്മതിച്ചു. പാകിസ്ഥാൻ സൈന്യമാണ് മേളിൽ വന്ന് 2009 അവർ സമ്മതിക്കുന്നത് പാകിസ്ഥാൻ. പക്ഷെ ആക്രമിച്ച് മേളിലോട്ട് കയറിയപ്പോൾ 1-2 പ്രശ്നമാണ്. ഒന്ന്, മലയെ ആക്രമിക്കുമ്പോൾ മലയുടെ മുകളിലിരിക്കുന്ന ഈസ് ആൻ അഡ്വാൻറ്റേജസ് പോയിന്റ് ദാൻ ദ മാൻ ഹു ക്ലൈംസ് ദ ഹിൽ. മല കയറുന്നവന് മല കയറുന്ന കഷ്ടപ്പാടുണ്ട്, ഈ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന കഷ്ടപ്പാടുണ്ട്. മറ്റവന് കാര്യമായ കഷ്ടപ്പാടില്ല, അവൻ മല ഓൾറെഡി ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ഒന്നുകിൽ ആയുധം എടുത്ത് നമ്മളെ പെരുമാറാം, ഇല്ലെങ്കിൽ അവന് മഞ്ഞിടിച്ചങ്ങ് താപ്പോട്ട് ഈ വരുന്നവന്റെ തലയിൽ കൂടി മഞ്ഞെല്ലാം കൂടി ഉരുകയും വരും. സ്നോ ബോളിംഗ് എഫക്ട് എന്ന് പറയും. ചെറിയൊരു മഞ്ഞിനൊക്കെ ഇളക്കി വിട്ടാൽ അത് വേറെ മഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുകൂടി താഴെ എത്തുന്നത് വലിയൊരു മഞ്ഞ് ബോളായിട്ടാണ് താഴെ വരുന്നത്. അപകടകരമാണ്. അപ്പോൾ ഓൾറെഡി ആൻ അഡ്വാൻറ്റേജസ് പൊസിഷൻ. ഇങ്ങനെ അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉള്ളത് സൈന്യത്തെ അറ്റാക്ക് ചെയ്യുന്നത് ഇച്ചിരി റിസ്കി ഓപ്പറേഷൻ. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായി വേണ്ടത് നമ്മൾ ഹെലികോപ്റ്ററിലോ വിമാനത്തിൽ പോയി അതിനെ അവരെ ആദ്യം ട്രാക്ക് ചെയ്ത ശേഷം, ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് എ ഹയർ പോയിന്റ് ദാൻ ഡൗൺ, എന്നിട്ട് മേളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ നാളെ കയറി വരുന്നുണ്ട്, മേളിൽ കൂടെ ഹെലികോപ്റ്ററോ വല്ലതും വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ 2 സ്ഥലത്തോട്ട് അറ്റാക്ക് ഫേസ് ചെയ്യണം. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഡിഫൻസിലാവും. അപ്പോൾ ഇങ്ങനെ ആളെ വിട്ട് പൈലറ്റർമാരെ വിട്ട് അവരെ നേരിടാൻ പോയാൽ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും കൂടി വലിയ ഒരു പ്രശ്നത്തിൽപ്പെടും. അപ്പോൾ അതിന് പരിഹാരം ഡ്രോൺസ് എന്ന് പറയുന്ന ആളില്ലാ വിമാനങ്ങളാണ്. അപ്പോൾ ആളില്ലാ വിമാനം നമുക്ക് താഴെ നിന്ന് കൺട്രോൾ ചെയ്യാം. വിമാനത്തിന് അഥവാ വെടി കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. സാധാരണ വിമാനത്തിൽ വെടി കിട്ടിയതിനകത്ത് ഓക്സിജൻ സപ്ലൈ പറഞ്ഞാൽ പൈലറ്റ് ഇജക്ട് ചെയ്യേണ്ടി വരും. പൈലറ്റ് ഇജക്ട് ചെയ്ത് അവന്റെ മുമ്പിലാണ് പോയി വീഴുന്നത്. ഇത് ഡ്രോണിന് വെടിക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഡ്രോൺ പിന്നെയും പറന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ത്യക്ക് ഡ്രോൺസ് ഇല്ല. ഡ്രോൺസ് സപ്ലൈ ചെയ്യണമെങ്കിൽ ലോകത്തിൽ 5 രാജ്യങ്ങൾക്കേ പറ്റും. അമേരിക്ക, റഷ്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ. ബാക്കി 4 രാജ്യങ്ങളും പറഞ്ഞു വി വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രോബ്ലം. 5ാമത്തെ രാജ്യം ഇസ്രായേൽ. ഇസ്രായേലിനെതിരെയാണ് കഴിഞ്ഞ 40 കൊല്ലം ഇന്ത്യ യൂണിയൻ വോട്ട് ചെയ്യുന്നത്. ഇന്ത്യ എപ്പോഴും പാലസ്തീനു വേണ്ടി വോട്ട് ചെയ്യുന്നത്, ഇസ്രായേലിനെതിരെ. അപ്പൊ നമുക്കെതിരെ വോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തോട് സഹായം ചോദിക്കാൻ പറ്റുമോ? വാജ്പേയിയുടെ വലിയ ഡിപ്ലോമസി അവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. വാജ്പേയി ഒരു ഡിപ്ലോമസി ഉപയോഗിക്കുകയും 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഡ്രോൺസ് തരാം. ഇന്നലെ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചുള്ളവരാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടാണ്. പാകിസ്ഥാൻ പറയുന്നല്ലോ മുസ്ലിം ടെററിസ്റ്റുകളെ ചെയ്തത്. ശരി, മുസ്ലിം ടെററിസ്റ്റിനെതിരെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ നമ്മളൊരു 40 ഉപദ്രവിച്ച ഒരു രാജ്യം, നമുക്ക് ശരിക്കും എംബസി പോലും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ നമുക്ക് ഡ്രോൺസ് തന്നു. അതിന്റെ പ്രതിഫലം നമ്മൾ ഇസ്രായേലിന് കൊടുത്തു. നമ്മൾ പിന്നെ അവിടെ എംബസി ഉണ്ടാക്കി, സ്ഥാനപതി ഉണ്ടായി, വലിയ ഡെവലപ്മെന്റ്. അപ്പൊ ആ ഡ്രോൺസ് കൈ കിട്ടിയപ്പോൾ താഴെ നിന്ന് സൈന്യം മേപ്പോട്ടും പോയി, മുകളിൽ ഈ ഡ്രോൺസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യണം.
ഇവരെയൊക്കെ ഡ്രോൺസിനെ വെടിവെക്കും. 4-5 വെടി കിട്ടിയാലും ഡ്രോൺ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ആളില്ലാവന്മാരാണ്. അവൻ ഈ ഇവരെ ഫയർ ചെയ്യും, അവരെ ട്രാക്ക് ചെയ്യും. ചിലപ്പോൾ ഇവരുടെ വലിയ ബങ്കറിന് മണ്ടയ്ക്ക് പോയി ക്രാഷ് ലാൻഡ് ചെയ്യും. അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായി കെട്ടി തിരിച്ചുവിട്ടത് ഇസ്രായേൽ നമുക്ക് തന്ന ഈ ഡ്രോൺസ് ആണ്. രണ്ടാമത് വലിയൊരു ഐറണി ഓഫ് ഫേറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബോഫോഴ്സ് എന്ന് പറയുന്ന ഗൺസ് ഉപയോഗിച്ചത് കാർഗിൽ യുദ്ധത്തിലാണ്. പണ്ട് ഈ ബോഫോഴ്സ് വാങ്ങിച്ച സമയത്ത് 80-88 കോടി രൂപ നമ്മുടെ കൈമാറി എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമായിരുന്നു. ഇന്റർപോൾ ഒരു കേസ് അന്വേഷിച്ചു. കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ ബോഫോഴ്സ് നമ്മൾ 88-ൽ വാങ്ങിച്ച ശേഷം ഇന്ത്യക്ക് ഒരു മേജർ യുദ്ധം ഉണ്ടായില്ല. ആദ്യമായിട്ട് യുദ്ധം ഉണ്ടായത് കാർഗിലാണ്. കാർഗിലാണ് ബോഫോഴ്സ് എന്ന ഗൺ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഗൺ പ്രൂവ് ടു ബി എക്സലന്റ്. പാകിസ്ഥാനിലെ കയ്യിൽ ആ സാധനം ഇല്ല, ഇന്ത്യയിലെ ഉണ്ട്. അപ്പോ ഇന്ത്യ ബോഫോഴ്സ് ഗൺ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അപ്പൊ സ്വീഡനിൽ ഉണ്ടാക്കുന്ന ഗൺസ് ആയതുകൊണ്ട് ഈ കാർഗിലിന്റെ ക്ലൈമറ്റ് ആണ് സ്വീഡന്റെ ക്ലൈമറ്റ്. ഏതാണ് ടെമ്പറേച്ചർ can be -20 to -46. അപ്പൊ ആ ക്ലൈമറ്റിൽ ഉപയോഗിക്കുന്ന ഉണ്ടാക്കിയ ഒരു വെപ്പൺ അതേ ക്ലൈമറ്റിൽ വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സിലോണിൽ നമ്മളത് കൊണ്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ച വിജയിക്കുക. ടെമ്പറേച്ചർ ബിക്കംസ് ഡിഫറെന്റ്. മൗണ്ടൻ വാർഫെയറിന് ചൈനയുമായിട്ടോ പാകിസ്ഥാൻ എടുത്തുകൊണ്ടാണ് ബോഫോഴ്സ് ഈസ് വെരി ഗുഡ്. ദാറ്റ് ആർട്ടിലറി പ്രൂവ്ഡ് ടു ബി വെരി വെരി ഡിസ്ട്രക്റ്റീവ് ടു പാകിസ്ഥാൻസ്. അതിഗംഭീരമായ ഒരു സംഭവമാണ്. സെക്കൻഡ് വാർഫെയർ തുറക്കുന്നു ഭയമുണ്ടായി. ചൈന അരുണാചൽ പ്രദേശിൽ ഒരു ഇൻകർഷൻ നടത്തിയ സംഗതി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് വാർഫെയർ തുറക്കാതായപ്പോൾ നവാസ് ഷെറീഫിന് പിന്നെ യാതൊരു രക്ഷയില്ല. നവാസ് ഷെറീഫ് നേരെ അമേരിക്കയ്ക്ക് പറഞ്ഞു. ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റാണ്. ബിൽ ക്ലിന്റൺ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ നേരിടേണ്ടതാണ്. അമേരിക്കയിൽ ഇലക്ഷൻ വരികയാണ് ഒരു കൊല്ലം കഴിയുമ്പോൾ. ആ ഒരു കൊല്ലം കഴിഞ്ഞ ഇലക്ഷനിൽ ഇതിലെടുക്കുന്ന ഒരു തീരുമാനം വളരെ നിർണായകമാണ്. അപ്പോൾ നവാസ് ഷെറീഫിന് ബിൽ ക്ലിന്റണോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞോണ്ടല്ല ഇവന്മാരി പട്ടാളയിൽ പണി കാണിച്ചു, പക്ഷേ അവർ കയറി ഓപ്പറേറ്റ് ചെയ്ത് ഇന്ത്യൻ ടെറിട്ടറിയിലാണ്. ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായിട്ട് റിയാക്ട് ചെയ്തു. അവർ ബോഫോഴ്സ് കണ്ണും ഈ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ പട്ടാളം വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അമേരിക്ക ഡ്രോൺസ് തരണം. ഡ്രോൺസ് ഇല്ലാതെ ഇന്ത്യയെ നേരിടാൻ പറ്റില്ല. ഇന്നും പറഞ്ഞ നത്തിങ് ഡൂയിങ്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ ടെററിസ്റ്റുകളാണ്, ടെററിസ്റ്റുകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും പറ്റില്ല. ഇനി നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ സൈന്യമാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ പോയിന്റ് വേണേ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇന്ത്യ ഓൾറെഡി ഡ്രോൺസിനെ ഉപയോഗിച്ചിട്ട് അപ്പർ ഹാൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രോൺസ് എന്നാൽ പറ്റും, ഇന്ത്യ ഉപയോഗിച്ചിട്ട് കൊടുക്കാത്ത ഡ്രോൺസ് നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഡ്രോൺസ് തരില്ല. ബിൽ ക്ലിന്റൺ നവാസ് ഷെറീഫിനോട് 100% നോ പറഞ്ഞു. ബിൽ ക്ലിന്റൺ നവാസ് ഷെറീഫിന് 100% നോ പറഞ്ഞപ്പോൾ നവാസ് ഷെറീഫിന് പിന്നെ ഒരു രക്ഷയില്ല, കീഴടങ്ങിയാൽ അത് ഒരു രക്ഷയില്ല. ആൻഡ് ഹി ഓർഡർഡ് ദ പാകിസ്ഥാനി ആർമി ടു വിത്ഡ്രോ ഫ്രം കാർഗിൽ. ഇന്ത്യയോട് പറഞ്ഞു 24 hours നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഞാൻ വിഡ്രോ ചെയ്യാമോ. സോ ഹി ഓർഡർഡ് ദ ആർമി ടു വിഡ്രോ. ഓൺ July 26 എൻ്റെ പാകിസ്ഥാൻ ആർമി ക്ലൈംബ് ഡൗൺ ഫ്രം കാർഗിൽ. ഇന്ത്യ 100% കാർഗിൽ യുദ്ധം ജയിച്ചു. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന ഒരു വിജയമാണ്. ബംഗ്ലാദേശിനകത്ത് നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ അത് പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്ത് കൺട്രി ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ നടത്തിയ യുദ്ധം നമ്മൾ ജയിക്കുകയാണ്. 62-ൽ നമ്മൾ പരാജയപ്പെട്ടു പോയി ചൈനയാണ്. 48-ൽ നമുക്ക് 100% വിജയിക്കാമായിരുന്നു. പക്ഷേ 66% ആയപ്പോൾ നമ്മൾ ആംസ് സ്റ്റിക്കുള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണ വിജയം കിട്ടിയില്ല. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ 65-ൽ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഒരുപാട് ടെറിട്ടറി നേടിയെടുത്താണ്. പക്ഷേ താഷ്കന്റ് സമാന കരാർ വെച്ചിട്ട് രാത്രി ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ പിടിച്ചെടുത്ത് മുഴുവൻ സ്ഥലം വിട്ടുകൊടുത്തു. അപ്പൊ പാകിസ്ഥാനോട് യുദ്ധം നമ്മൾ 65 ജയിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. നോട്ട് ഈവൻ എ സ്ക്വയർ ഇഞ്ച് ഓഫ് ലാൻഡ്. ഒപ്പിട്ട് കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ശാസ്ത്രിക്ക് മനസ്സിലായത് ഈ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ഡൈഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ദാറ്റ് നൈറ്റ് അറ്റ് താഷ്കന്റ്. അപ്പൊ 42 നമുക്ക് 3-2 വിജയം കിട്ടി, 62 നമ്മൾ തോറ്റു.
65 നമ്മൾ ജയിച്ചതെല്ലാം നമ്മൾ വെറുതെ ഒരു സമാന ഉടമ്പടിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. 71 നമ്മുടെ പട്ടാളക്കാരൻ മരിച്ച് യുദ്ധമൊക്കെ ചെയ്തു, നമുക്കൊന്നും കിട്ടിയില്ല. പാകിസ്ഥാൻ ഡിവൈഡ് എന്ന് പറഞ്ഞ ഒരു സൈഡ് അഡ്വാൻറ്റേജ് കിട്ടുമോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഒരു ഡിസൈസീവ് വിക്ടറി നേടുകയും നമ്മുടെ സ്ഥലം വേറൊരു രാജ്യം കൊണ്ടുപോകാതെ പ്രൊട്ടക്ട് ചെയ്യാൻ, അത് ചരിത്രപരമായിട്ടുള്ള വലിയൊരു വിജയമാണ്. അതിന് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റും വളരെ പ്രശംസ അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വേൾഡ് സ്റ്റേജിൽ ഈ കാർഗിൽ യുദ്ധത്തിന് വലിയ മാറ്റമുണ്ട്. ഫസ്റ്റ് തിങ് വിച്ച് ഹാപ്പൻഡ് വാസ്, പട്ടാളം എക്സ്പോസ് ചെയ്യപ്പെട്ടു. പട്ടാളം നവാസ് ഷെരീഫിനോട് പറഞ്ഞു, ഇയാൾ ഈ സൈന്യത്തെ വിഡ്രോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു മേജർ വാർഫെയർ ആയിട്ട് തന്നെയായിരുന്നു. ആ മേജർ വാർഫെയർ ആയിരുന്നുവെങ്കിൽ ചൈനയെ നമുക്ക് വേണ്ടി ഇടപെട്ട് തന്നെയായിരുന്നു, സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തതായിരുന്നു. സോ യു അബ്രപ്റ്റ്ലി വിഡ്രൂ ദ ഫോഴ്സസ്. നെറ്റ് എഫക്റ്റിൽ പർവേസ് മുഷാറഫ് പട്ടാള വിപ്ലവം പ്രഖ്യാപിച്ചു. നവാസ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പാകിസ്ഥാൻ 10 വർഷത്തേക്ക് ജനാധിപത്യ ഗവൺമെന്റ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇലക്ഷൻ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ചേട്ടാ നമ്മുടെ കൂടെ 10 കൊല്ലം നിന്നൊരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ, അവനൊരു പോയിട്ട് ഈ ബിൽക്കണ്ടൻ സഹായിച്ചത്. അത് ശരിയായില്ല. അമേരിക്കക്കാരെല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്തു. ഡെമോക്രാറ്റിക് പാർട്ടി ലോസ്റ്റ് ദ ഇലക്ഷൻ ഇൻ അമേരിക്ക. ദിസ് വാസ് വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂസ്. ഇന്ത്യയിൽ ഇലക്ഷൻ വന്നു, പിറ്റേക്കുള്ള ഇലക്ഷൻ 99 കഴിഞ്ഞ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ വാജ്പേയിയുടെ ഗവൺമെന്റ് 303 സീറ്റുമായി ഇലക്ഷൻ ജയിച്ച് ഗവൺമെന്റ് ഉണ്ടായി. ഇന്ത്യയിലും പാകിസ്ഥാനിലും അമേരിക്കയിലും സമഗ്രമായ മാറ്റം ഉണ്ടായി. ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വേൾഡ് സ്റ്റേജിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയ യുദ്ധമാണ് കാർഗിൽ. അത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. യുദ്ധത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൈനികൻ മാത്രം വിചാരിച്ചാൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ആ രാജ്യം മുഴുവൻ ആ സൈന്യത്തിന്റെ പുറകിൽ എപ്പോഴുണ്ടോ അപ്പോൾ മാത്രമേ യുദ്ധം ചെയ്യണം. The soldier is not alone. Soldier can fight only by the will of a country. ആ രാജ്യം മുഴുവൻ അവന്റെ പുറകിലുണ്ടെങ്കിൽ അവൻ യുദ്ധം ജയിക്കണം. ഇത് പട്ടാളത്തിന്റെ മനഃശാസ്ത്രമാണ്. എന്റെ ഫസ്റ്റ് കസിൻ കേണൽ പി കെ തോമസ് ആണ് ഇതിൽ 2 യുദ്ധത്തിൽ പങ്കെടുത്താണ്. എന്റെ സഹോദര ഭർത്താവ് കേണൽ പി ജെ ജോൺ, അദ്ദേഹം ആസാമിൽ യുദ്ധത്തിൽ പങ്കെടുത്തു, ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ പങ്കെടുത്തു, സിലോണിലെ LTT യുദ്ധം പങ്കെടുത്തു, കാർഗിലിന്റെ അപ്പുറത്തുള്ള മലനിരകളിൽ യുദ്ധം ചെയ്യാൻ പോയി. ആ യുദ്ധത്തിലും പങ്കെടുത്താണ്. റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനെ കല്യാണം കഴിച്ചിരുന്നത് കേണൽ കുഞ്ചറിയെ. അദ്ദേഹമാണ് നോർത്ത് ഈസ്റ്റിലെ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നാഗാലാൻഡിലെ ഇൻസ്ട്രക്ഷനും മിസോറാമിലെ ഇൻസ്ട്രക്ഷനൊക്കെ നേരിടാൻ പോയത്. എൻ്റെ കസിൻ ബ്രദറാണ് അടുത്ത കാലത്ത് ആർമിയുടെ 2nd ഹയസ്റ്റ് പോസ്റ്റ്, അസിസ്റ്റന്റ് ജനറലിന്റെ തൊട്ട് താഴത്തെ പോസ്റ്റ്, ഡെപ്യൂട്ടി ജനറൽ ഓഫ് ദ ആർമി ആയി റിട്ടയർ ചെയ്ത ഫിലിപ്പ് കാമ്പോസ്, ആലപ്പുഴക്കാരനായ. കേരളത്തിൽ നിന്ന് ആകെ ഒരാളെ ആ പോസ്റ്റിൽ എത്തിയിട്ടുള്ളൂ, അത് ഫിലിപ്പ് കാമ്പോസ് ആണ്. ഈസ് മൈ സെക്കൻഡ് കസിൻ. ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നതാണെന്നറിയാം, യുദ്ധരംഗത്ത് അവർ നിൽക്കുമ്പോൾ വെടിയുണ്ടകൾ ഇങ്ങനെ പായുന്നു. ഈ പണ്ട് തേരുകളായിരുന്നു സൈന്യത്തിൽ വന്നുകൊണ്ടിരുന്നത്. എഴുത്തച്ഛൻ ഭാഷാഭാരതത്തിൽ പറയുന്നവർ, പായും കുതിരകൾ കൂട്ടി നാനാവിധം ആയുധമൊക്കെ നിറച്ചുള്ള തേരുകൾ പല മലറിയിടുന്ന പോലെ പാഞ്ഞോ നേടിനാണെന്ന് എഴുത്തച്ഛൻ പറയുന്നവരെ. ഇപ്പോഴത്തെ സൈന്യം നിൽക്കുമ്പോൾ കാണുന്ന ടാങ്കുകൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണ്. രഥത്തിന് ഒരു ചെറിയൊരു ഷോക്ക് കൊടുത്താൽ രഥം നിൽക്കും. കാര്യം കുതിര ഓടിക്കുന്നതാണ്. കുതിരയ്ക്ക് 2 കുത്ത് കിട്ടിയാൽ കുതിരയൊക്കെ നിന്നു. ടാങ്ക് നിൽക്കത്തില്ല. ഇറ്റ്സ് എ റോളിംഗ് ഫോഴ്സ് കമ്മിങ്. സാധാരണ മനുഷ്യന് ടാങ്കിന് മുമ്പിൽ പെട്ടാൽ അവൻ ബോധപ്പെട്ടു പോകും. അതാണ് ടാങ്ക്. പായുന്ന വെടിയുടെ കിടക്ക് നിൽക്കുമ്പോൾ രാജ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പട്ടാളക്കാരന് തോന്നുന്നു. അപ്പോഴാണ് പട്ടാളക്കാരൻ അവൻ്റെ ഒറിജിനൽ വരുന്നത്. അവിടെ കാർഗിലിലെ 3000 പട്ടാളക്കാർ യുദ്ധം ചെയ്തത്. ഇന്ത്യ മുഴുവൻ ആ കാർഗിൽ സൈന്യത്തിന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ സൈനികന്റെ പുറകിൽ നിൽക്കാം, ഇന്ത്യ ഒന്നായി നിൽക്കാം. ഇവിടെയാണ് ആദ്യത്തെ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. രണ്ടാമതായി, അവനവന്റെ ജീവൻ ഏത് സമയത്തും പണയം വെക്കാൻ തയ്യാറായിട്ടാണ് ഒരു പട്ടാളക്കാരൻ മുന്നണിയിലേക്ക് പോകുന്നത്. ഇനി അവന്റെ ഭാര്യയെ കാണാമോ, ഇനി അവന്റെ കുട്ടികളെ കാണാമോ, യാതൊരു പ്രതീക്ഷ അവനില്ല. കണ്ടിട്ടില്ല. അവൻ ആ യുദ്ധരംഗത്തേക്ക് പോകുമ്പോൾ, അവന്റെ ജീവൻ ബലി കൊടുക്കാൻ പോകുമ്പോൾ, എന്റെ രക്തം
ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് എപ്പോഴും ജോസിന് തോന്നുന്നു. ആ സമയത്ത് സൈന്യത്തിന് വീര്യം ഉണ്ടാവും. ആ വീര്യം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. സൈന്യത്തെ ശക്തിപ്പെടുത്തണം, അതിന് ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവരുടെ കൂടെ നമ്മളുണ്ടെന്ന് അവൻ തോന്നണം. എങ്കിലേ അവന്റെ രക്തം ചൊരിഞ്ഞ് അവന്റെ ജീവൻ പണയപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ അവൻ രക്ഷിക്കാൻ പറ്റും. മൂന്നാമതായി അവൻ യുദ്ധം ചെയ്യുന്ന സാഹചര്യം മനസ്സിലാക്കണം. വാജ്പേയി പുകഴ്ത്തുന്നതോടൊപ്പം അന്നത്തെ പ്രതിരോധ മന്ത്രിക്ക് ഒരു ചെറിയ പുകഴ്ത്തലിന് ആവശ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കാർഗിൽ യുദ്ധത്തിലെ സൈനികർക്ക് കമ്പിളി കൊടുക്കുകയാണ്. അവന് 50,000 രൂപയുടെ ഒരു കവചം വേണം അവനിടാൻ. ഈ -46 ഡിഗ്രീസിൽ അവൻ ആ തണുപ്പിൽ നേരിടാനുള്ള എക്വിപ്മെന്റ് വേണം. അപ്പോൾ ഒരു പട്ടാളക്കാരന് 3 ലക്ഷം രൂപയുടെ വസ്ത്രവും എക്വിപ്മെന്റും വേണം. കാശ്മീരിന്റെ ചാർജുള്ള സേനാ നായകൻ ബ്രിഗേഡിയർ ജനറൽ ഡൽഹിയിലോട്ട് എഴുതി. അവരോട് നോ 30,000 രൂപ കൊടുത്ത് തരാൻ പറ്റത്. എന്ത് 3 ലക്ഷം രൂപയുടെ വേഷം, അതിന്റെ ഒരു വേഷം താൻ നടത്താം. അപ്പൊ ജനറലിനോട് ബന്ധപ്പെട്ടു. ജനറലിന് നേരിട്ട് എഴുതി ഡിഫൻസ് സെക്രട്ടറിക്ക് ഇത് 3 ലക്ഷം രൂപയുടെ എക്വിപ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണം. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് നോ. അന്ന് ജോർജ് ഫെർണാണ്ടസ് ആണ് പ്രതിരോധ മന്ത്രി. ജോർജ് ഫെർണാണ്ടസ് ചെയ്തത് സുന്ദരമായ പരിപാടിയാണ്. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞു, സൈനികരുടെ വേഷത്തെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് കാർഗിലിൽ വെച്ച് കൂടുന്നതാണ്. യൂണിയൻ ഹോം സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാം അവിടെ വന്നോണം മീറ്റിംഗ് അണ്ടർവൈ. യുവമാരെ വെച്ച് കാർഗിൽ വന്ന ഡൽഹി വരുന്ന സ്ഥലമാണ്. യുവമാരെല്ലാം അവിടെ കാർഗിൽ മീറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ജോർജ് ചോദിച്ചു, മനസ്സിലായോ നിനക്ക് കാർഗിൽ എന്താണ്? ഈ തണുപ്പിലാണ് ഈ പട്ടാളം ജോലി ചെയ്യുന്നത്, ഈ കഷ്ടപ്പാടാണ് ജോലി ചെയ്യുന്നത്. നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് നീ ആ ഫയലിനകത്ത് നോ എഴുതി എന്തിനാണ്? അവിടെ മര്യാദക്ക് ഈ 3 ലക്ഷം വെച്ചുള്ള സാങ്ഷൻ തള്ളണം. ഇല്ലെങ്കിൽ 2 മാസത്തേക്ക് നിങ്ങളെല്ലാം ഇവിടെ താമസിക്കണം എന്ന് ഉത്തരവിടാൻ പോകുന്നു. എല്ലാവരും ജീവനോട് ഡൽഹി വന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ഫയലിട്ടു. കാർഗിലിലെ പട്ടാളക്കാർക്ക് 3 ലക്ഷം രൂപയുടെ എക്വിപ്മെന്റും വസ്ത്രവും വാങ്ങിച്ചു. സെക്രട്ടറിയിൽ ഇരിക്കുന്നവന് ഫീൽഡ് അറിയാതെ ഉത്തരവിടാൻ പാടില്ല. ആ പട്ടാളക്കാരന്റെ കഷ്ടപ്പാടിൽ നിന്ന് അവിടെ കാർഗിലിൽ പോയി -20 ഡിഗ്രി സെന്റിഗ്രേഡ് നിന്നപ്പോഴാണ് ഡൽഹിയിലെ ഹിന്ദിക്കാർ റിസോർട്ട് വാക്ക് പറയും സർക്കാർ ഉദ്ദേശമാണ് ബാബൂസ്. ഡൽഹിയിലെ ബാബൂസിന് വിവരം മനസ്സിലായി. അപ്പോ ജോർജ് ഫെർണാണ്ടസിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. അദ്ദേഹം കാർഗിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് എക്വിപ്മെന്റും കംപ്ലീറ്റ് സംഭവങ്ങളും വിട്ടുകൊടുത്തു. കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ പട്ടാളക്കാരെ 543 മരിച്ചു. പാകിസ്ഥാന്റെ പട്ടാളക്കാരെ 3000-ഓളം മരിച്ചു. നമ്മൾ 990 കാർഗിൽ പിടിച്ചു. കാർഗിൽ പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ പട്ടാളക്കാർ എത്ര മരിച്ചെന്നറിയാമോ? അവിടുത്തെ മണ്ണിടിച്ചിലും അവിടുത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ 1999 കാർഗിൽ പിടിച്ച ശേഷം നമ്മുടെ പട്ടാളക്കാർ 300-ഓളം പേര് അവരുടെ ജീവൻ പരിഹരിച്ചിട്ടുണ്ട്. ആ കാർഗിൽ പിടിച്ച് സംരക്ഷിക്കാൻ. അതാണ് പട്ടാളത്തിന്റെ ത്യാഗം എന്ന് പറയുന്നത്. അവരുടെ ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രം ഒന്നാകെ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. ഇനി രാജ്യം വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പാകിസ്ഥാന്റെ ഇലക്ഷൻ കഴിഞ്ഞു. അവിടുത്തെ പട്ടാളത്തിന്റെ സ്ഥാനാർത്ഥിയായ ക്രിക്കറ്റ് ബോൾ എറിഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തൻ അവിടെ മിക്കവാറും പ്രധാനമന്ത്രിയാവാൻ പോവാണ്. അവന് പണ്ടേ വിവരമില്ല. ഇനി പട്ടാളത്തിന്റെ സപ്പോർട്ടോടെ കിട്ടിയാൽ ഇന്ത്യയുമായ ഒരു യുദ്ധത്തിന് അവൻ മിക്കവാറും തയ്യാറാണ്. പ്രസംഗത്തിനിടയ്ക്ക് അവൻ ഇലക്ഷന്റെ പ്രസംഗത്തിനിടയ്ക്ക് അവൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ത്യയെ ഞാൻ പലതവണ തോൽപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാർ മോങ്കറിങ് അയാളുടെ പ്രസംഗത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പട്ടാളത്തിന്റെ സപ്പോർട്ടോടുകൂടി ഒരു ഗവൺമെന്റ് പാകിസ്ഥാനിൽ വന്നാൽ നാളെയും കാർഗിൽ ചിലപ്പോൾ ആവർത്തിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. നിങ്ങൾ ഞാൻ അന്ന് ഉണർന്നിരുന്നില്ലെങ്കിൽ ഇനി ഒരു കാർഗിൽ ഉണ്ടാവുമെന്ന് ശ്രമിക്കാൻ പാടില്ല. പക്ഷേ അന്ന് ചൈന ചുമ്മാതായിരുന്നു. ചൈനയും നമ്മുടെ ശത്രുപക്ഷത്താണ്. അപ്പൊ അവരുടെ ഒരു ഇൻസ്പിറേഷൻ അതിനകത്ത് വരികയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിലും ഭയങ്കരമായ സംഭവം. ടെററിസ്റ്റുകൾക്ക് ഇലക്ഷൻ നിൽക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ.
ഈ ഇലക്ഷനിൽ ടെററിസ്റ്റുകൾക്ക് മത്സരിക്കാൻ പറ്റി. കാശ്മീരിൽ സ്ഥിരം ടെററിസം നടത്തുന്നു. ഉദ്വായി ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെ 32 സീറ്റുകളാണ് ഈ ടെററിസ്റ്റ് സംഘടനകൾ അവിടെ പിടിച്ചിരിക്കുന്നത്, പാർലമെന്റ് പിടിച്ചിരിക്കുന്നത്. ആ 32 സംഘടനകൾക്കാണ് ആരാണ് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കാനുള്ള ഇപ്പോഴത്തെ അവകാശം. ഇമ്രാൻഖാൻ ഭൂരിപക്ഷമില്ല, പീപ്പിൾസ് പാർട്ടി അവനെ സപ്പോർട്ട് ചെയ്യില്ല, PML അവനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അവൻ എവിടും സപ്പോർട്ട് എടുത്തു. അവൻ ഈ ബോംബെ ഉണ്ടാക്കിയവന്റെ കാശ്മീരിലെ ഭീകര സംഘടനയുടെ സപ്പോർട്ട് എടുക്കുക. ആ 32 സപ്പോർട്ടോടുകൂടി ഇമ്രാൻഖാൻ ഭരിക്കാൻ വന്നാൽ ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരെ ഏത് സമയം പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാവും. അന്ന് നമ്മൾ ഇതുപോലെ വീണ്ടും കാർഗിൽ ഡേയിൽ കൂടുന്ന പോലെ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ അതിർത്തി നമുക്ക് കാത്തുരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ പല സൈഡിൽ കൂടി പ്രതിരോധത്തിലാണ്. ഇന്ത്യക്ക് വലിയൊരു സീ കോസ്റ്റ് ആണ്. ആ സീ കോസ്റ്റിലൂടെ ടെററിസ്റ്റുകൾ നുഴഞ്ഞു കയറിയേക്കാം. അത് നേരിടാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ഗവൺമെന്റ് ശക്തമായിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഫൈനാൻസസ് ശക്തമാണ്. ഇന്ത്യയുടെ ഫൈനാൻസസിനെ തകർക്കുന്ന കള്ളപ്പണക്കാരനും കള്ളവേട്ടക്കാരനുണ്ട്. അവനെ നമ്മുടെ മുമ്പിൽ വെച്ച് വളരാൻ സമ്മതിക്കരുത്. നമ്മുടെ കരം കറക്റ്റ് അടക്കണം. അടച്ചാലെ ഇന്ത്യ ഗവൺമെന്റിന് സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശക്തി പോകും. ഇന്ത്യയുടെ GDP തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആർമിയെ സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ 4 ദിവസമായിട്ട് പത്രം വായിക്കുന്നു. എന്താണ് എന്റെ പ്രധാന ഇഷ്യൂ? ഡിഫൻസിന്റെ എക്സ്പെൻഡിച്ചർ 2.1, 2.3 ഒക്കെ ആയിരുന്നത് 1.7 കുറഞ്ഞു എന്ന് പാർലമെന്ററി കമ്മിറ്റി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ 5 ലക്ഷത്തോളം കോടി രൂപയുടെ ഡെഫിസിറ്റിലാണ്. അപ്പൊ ആ ഡെഫിസിറ്റ് കവർ ചെയ്ത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇന്ത്യക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യയുടെ ഡിഫൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ നമ്മുടെ ആർമി ശക്തമായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് കരം കറക്റ്റ് അടയ്ക്കാനുള്ളത് കറക്റ്റ് അടയ്ക്കണം. കരം അടയ്ക്കുന്നതിന് കുടിശ്ശിക വരുന്നത്. നമ്മൾ കരം അടയ്ക്കണമെങ്കിൽ നമ്മൾ 10,000 രൂപ അടച്ചില്ല എന്നുള്ളതല്ല അവിടുത്തെ ഇഷ്യൂ. നമ്മളെ പോലെ 10,000 അടയ്ക്കാതെ വന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കുറയും. ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കുറഞ്ഞാൽ ഈ ഡിഫൻസിനെ ചെലവാക്കാൻ 2.3% ചെലവാക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. അത് ഇന്ത്യ ഗവൺമെന്റിനെ വീക്കൻ ചെയ്യും. അത് വലിയൊരു പ്രശ്നമാണ്. 6ാമതായി രാജ്യത്തിന്റെ ശക്തി എന്താണ്? രാജ്യത്തിന്റെ ശക്തി അതിന് നിയമവാഴ്ചയുടെ ശക്തിയാണ്. അവിടെ നല്ലപോലെ ഇലക്ഷൻ നടക്കുന്ന ശക്തിയാണ്. ഈ നിയമവാഴ്ച തകരും എപ്പോഴാണ് പോലീസും ഗവൺമെന്റും പരാജയപ്പെടുന്നത്. അതിനെ അനർക്കി എന്നാണ് വിളിക്കുന്നത്. അനാർക്കി ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. നീറോ അവന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി പോയി. അപ്പോ 2 കുത്തിയിട്ടൊരു അവസ്ഥയും മാറ്റിയത്. അവസാന അവസ്ഥ ഗർഭപാത്രത്തോട് കൈ കൂട്ടി കണ്ണോട് കുത്തലാണ്. നിന്നെ ജനിപ്പിച്ച് ചെയ്ത് ഗർഭപാത്രം പിന്നോട് കുത്തി വളർന്നു. പക്ഷെ മരിക്കുന്നതിനും ബാക്കിരിപ്പിനാണ് നീറോയുടെ വായം. യു ക്യാൻ കിൽ മീ ബട്ട് ലെറ്റ് യു ഗവേൺ ദിസ് ലാൻഡ്. നീ എന്നെ കൊന്നാലും കൊള്ളാം, ഈ റോമാ സാമ്രാജ്യം ഭംഗിയായിട്ട് ഭരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ മരിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ രാജ്യം ഗവേൺ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അനാർക്കി ഉണ്ടാവാതെ, ഇവിടെ ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാതെ നമ്മൾ രക്ഷിക്കണം. ഓരോ കുറ്റവാളിയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നെ ശിക്ഷിപ്പിക്കണം. അവനെ ജയിലിനകത്താക്കണം. നിങ്ങൾ ഓരോരുത്തരും കേസ് ഭംഗിയായിട്ട് വാദിച്ചെങ്കിലേ കുറ്റവാളി ജയിലിനകത്താവും. അവനല്ല അറിഞ്ഞാണെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ആ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ രാഷ്ട്രം ശക്തമാവും. ഈ 6 മേഖലകളിൽ ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഞാൻ ഒരുമിച്ച് നിൽക്കണം. എങ്കിലേ ഇനിയും ഒരുത്തൻ കാർഗിൽ ഉണ്ടാക്കാൻ വന്നാൽ അവനെ ആടിച്ചമർത്തി ഒരു വിദേശ ശക്തി ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്താതെ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റുമോ? ആ വലിയ കർത്തവ്യ ബോധത്തിലേക്ക് നിങ്ങളെ ഉയർത്താൻ ഈ കാർഗിൽ ദിനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ.